ഈ ഒരു പ്രൊഡക്റ്റ് ഇത് മാറ്റ് സർഫേസ് ആണ്. ഇവിടെ വെച്ചു എന്ന് കൂട്ടിക്കോ, ഇതുമ്മ വരുന്ന റിഫ്ലക്ഷൻ ഇതിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഭംഗി പോകും. ഞാൻ പറഞ്ഞില്ല അഴുക്ക് പിടിക്കാത്ത ടൈപ്പ്. അതിൽ തന്നെ കാർവിങ് വരുന്ന ഡിസൈൻസ് ആണ്. അതായത് മാറ്റ് ഫിനിഷിൽ ഗ്ലോസി ലൈറ്റ്, ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു HD ഹൈ ഗ്ലോസി എന്നിങ്ങനെ ഒരുപാട് സർഫേസുകൾ ഗ്ലോസിയിൽ അവൈലബിൾ. ഇതുപോലെ തന്നെ ഇത് പഞ്ച്, നമ്മൾ നേരത്തെ പറഞ്ഞ സർഫേസിൽ പഞ്ച് വരുന്ന സീരീസ് ആണ്. അത് നേരെ വരുമ്പോൾ ഹൈ ഗ്ലോസി അല്ലെങ്കിൽ HDയിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ക്വാളിറ്റിയിലും ഇതിൻ്റെ ഗ്ലേസിങ്ങിലും മാറ്റമുണ്ട്. ഇത് പഞ്ചാണ്. ഇതിൻ്റെ സൈഡിൽ ലൈൻസ്, ഈ ചെറിയ ചെറിയ ലൈൻസൊക്കെ ഒന്ന് ഉള്ളിലോട്ട് നീങ്ങിയിട്ട് ഒരു പഞ്ച് ആയിട്ട് നിൽക്കുന്നൊരു ഫിനിഷാണ്. വീട് പണിയുന്ന ഒട്ടുമിക്ക കസ്റ്റമേഴ്സിൻ്റെ മേജർ ഡൗട്ടാണ് ഏത് ഫിനിഷ് ടൈൽസിൽ ചൂസ് ചെയ്യണം എന്നുള്ളത്. മാറ്റ് വേണോ ഗ്ലോസി വേണോ, അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും. അതിൻ്റെ ഒരു സൊല്യൂഷനായിട്ടാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. എൻ്റെ പേര് സാഹിദ്, എംറാൾഡ് ബിൽഡേഴ്സിൻ്റെ CEO ആണ്. മാറ്റ് ഫിനിഷ് ടൈല് കൂടുതൽ ആൾക്കാർ മാറ്റ് ഫിനിഷ് ഉപയോഗിക്കുന്നത് ഒരു വീടിൻ്റെ സിറ്റ് ഔട്ട്, അതുപോലെ തന്നെ ബാത്റൂമിൻ്റെ ഫ്ലോറ്, സ്റ്റെയേഴ്സ്, കിച്ചൺ ഫ്ലോറ്. അതിൻ്റെ മെയിൻ കാര്യം എന്താണ്? സ്ലിപ്പറി അല്ല എന്നുള്ളതാണ്. സ്ലിപ്പറി അല്ല എന്നല്ല, സ്ലിപ്പ് കുറവാണ് കമ്പയർ ടു ഗ്ലോസി. അതാണ് അതിൻ്റെ മെയിൻ ഇഷ്യൂ. ഇന്ന് അതിനെ മറിച്ച് ആർക്കിടെക്ട്സും എൻജിനീയേഴ്സും ആയാലും ഒരുവിധം കസ്റ്റമേഴ്സും എനിക്ക് ഗ്ലോസി വേണം, എനിക്ക് മാറ്റ് വേണം, ഗ്ലോസി വേണ്ട, എനിക്ക് ഫ്ലോർ മാറ്റ് വേണം എന്ന് പറയുന്ന ഒരു ഇത് എപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്. അതിൻ്റെ മെയിൻ കാര്യം ഒന്ന് റിഫ്ലക്ഷൻ കുറവാണെന്നുള്ളതാണ്. അതാരും ശ്രദ്ധിച്ചിട്ടില്ല, കൂടുതലാരും ശ്രദ്ധിച്ചില്ല. അത് റിഫ്ലക്ഷൻ മേജർ സംഭവം തന്നെയാണ്. ഒരു ഇൻറ്റീരിയറിന് താല്പര്യം കൂടുതൽ കൊടുക്കുന്ന, അല്ലെങ്കിൽ ഇൻറ്റീരിയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഭംഗി കൂടുതൽ നമ്മൾ നോക്കും എന്നുണ്ടെങ്കിൽ റിഫ്ലക്ഷൻ ഒരു മേജർ ഘടകമാണ്. കാരണം മാറ്റ് ടൈലുമ്പോൾ റിഫ്ലക്ഷൻ ഇല്ല. ഒരു ലൈറ്റിങ്, ഇന്നത്തെ ഒരു മോഡേൺ ടൈപ്പിലുള്ള ലൈറ്റിങ്, സ്ട്രിപ്പ് ലൈറ്റ് വെച്ച് നമ്മൾ ഒരു ഹാള് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് റിഫ്ലക്ഷൻ അടിയിൽ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഭംഗിക്കുറവ് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അത് മേജർ ഒരു കാര്യം തന്നെയാണ്. പിന്നെ മാറ്റിൻ്റെ വേറൊരു സവിശേഷത എന്താണെന്ന് പറയുന്നത്, നമ്മളൊരു പ്രൊഡക്റ്റ്, ഇപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഇത് മാറ്റ് സർഫേസ് ആണ്. ഇവിടെ വെച്ചു എന്ന് കൂട്ടിക്കോ, ഇതുമ്മ വരുന്ന റിഫ്ലക്ഷൻ ഇതിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഭംഗി പോകും. അതായത് നമ്മൾ ഐ ക്യാച്ചിങ് പവർ നേരെ ഇതിലോട്ടാണ് ഇപ്പോൾ വരുന്നത്. ഇതുമ്മ റിഫ്ലക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു കണ്ണിൻ്റെ ഇതിലേക്കും കൂടെ കോൺസെൻട്രേറ്റ് ആവും. അപ്പോൾ ഇതിൻ്റെ ഭംഗി കുറയും. ആ ഒരു എക്സാക്റ്റ് സംഭവമാണ് ഇതിൽ വരുന്ന വേറൊരു ഘടകം. ഇതിപ്പോൾ ഞാൻ ഗ്ലോസിയിൽ വെച്ച് കാണിച്ചുതരാം. നേരെ ഗ്ലോസിയിലോട്ട് നമ്മൾ വെക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം ഇത് ഗ്ലോസി ടൈലാണ്, ഇത് എൻ്റെ ഗ്ലോസി ടൈൽ. ഇവിടെ നമ്മൾ വെക്കുകയാണ്. ഈ വെക്കുമ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഇതുമ്മൽ ഇതിൻ്റെ ഒരു ഭാഗം കാണുന്നുണ്ട്, ഇപ്പോൾ ഇതുമ്മൽ കാണുന്നുണ്ട്, ഇതുമ്മൽ കാണുന്നുണ്ട്. ഒരു വ്യക്തി ഇതിനെ നോക്കുമ്പോൾ ഫുൾ കോൺസെൻട്രേഷൻ ഇതിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വേറെ വശം. ബാക്കിയുള്ള കോൺസെൻട്രേഷൻ കുറച്ചൊരു 20% അല്ലെങ്കിൽ 10% നമ്മൾ കണ്ണിൻ്റെ കോൺസെൻട്രേഷൻ ഇതിലേക്ക് പോകുന്നു. അപ്പോൾ ഇതിൻ്റെ ഭംഗി കുറയും. ആ 10% തന്നെ ഇതിൻ്റെ ഭംഗി നമുക്ക് കുറയും. അതാണ് ഇതിൻ്റെ ഒരു മേജർ വശം. കസ്റ്റമേഴ്സ് എപ്പോഴും ചോദിക്കുന്നതാണ് മാറ്റ് ഫിനിഷ് എല്ലാം അഴുക്ക് പിടിക്കൂലേ, ക്ലീൻ ചെയ്യാൻ കുറച്ച് പാടല്ലേ? ഈ ഒരു ചോദ്യം എല്ലാവരും ഫേസ് ചെയ്യാനാണ്. എന്നാൽ ഇന്ന് മാർക്കറ്റിൽ ഒരുപാട് ഫിനിഷസ് അവൈലബിൾ ഉണ്ട്, മാറ്റ് ഫിനിഷിലും ഗ്ലോസിലും. അതിൽ മാറ്റ് ഫിനിഷിൽ അഴുക്ക് പിടിക്കാത്ത തന്നെ ഒരുപാട് ഫിനിഷ് ഉണ്ട്. ഇത് കണ്ടോ, ബേബി സാറ്റിൻ ഫിനിഷ് എന്ന് പറയും, അതിന് ബട്ടർ ഫിനിഷ് എന്നും പറയും, അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഇത് വളരെ സ്മൂത്താണ്. ഇപ്പോൾ ഗ്ലോസി ടൈലിനെക്കാട്ടിലും ഒരു പ്രത്യേകതരം സ്മൂത്ത്നെസ്സാണ്. സാധാരണ മാറ്റ് സ്മൂത്ത് കുറവാണ്, അതേപോലെ ഇതിൽ അഴുക്ക് പിടിക്കൽ വളരെ ചാൻസസ് കുറവാണ്. കാരണം അത്രയും സ്മൂത്താണ്. നമുക്ക് ജസ്റ്റ് മഫ് ഇട്ടൊന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യാവുന്ന കേസുള്ളൂ. അങ്ങനത്തെ ഒരുപാട് ഫിനിഷസ് ഉണ്ട്. ഇതല്ലാണ്ട് തന്നെ മാറ്റിൽ ഒരുപാട് ഫിനിഷ് ഉണ്ട്. നമുക്ക് വരാം, സ്റ്റോൺ ഫിനിഷ് ഉണ്ട്, അതേപോലെ പഞ്ച് ഫിനിഷ് ഉണ്ട്, അതുപോലെ തന്നെ സ്ലേറ്റ് ഫിനിഷ് ഉണ്ട്, റസ്റ്റിക് ഫിനിഷ് ഉണ്ട്. ഔട്ട്ഡോറൊക്കെ ചൂസ് ചെയ്യുന്ന ഒരുപാട് മാറ്റ് ഫിനിഷസ് ഉണ്ട്. ഗ്ലോസിയിലും ഉണ്ട് കേട്ടോ, നമുക്ക് അടുത്ത വീഡിയോയിൽ വരാം. അപ്പോൾ ഇതൊക്കെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അഴുക്ക് പിടിക്കുന്ന കേസ് നമുക്ക് ഒരു 90% നമുക്ക് ഗ്ലോസി പോലെ തന്നെ ഒഴിവാക്കാം. മാറ്റിൽ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞില്ല അഴുക്ക് പിടിക്കാത്ത ടൈപ്പ്, അതിൽ തന്നെ കാർവിങ് വരുന്ന ഡിസൈൻസാണ്. അതായത് മാറ്റ് ഫിനിഷിൽ ഗ്ലോസി ലൈറ്റ്, ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു എന്താ പറയുക, മാറ്റ് ഫിനിഷ് ടൈല്, അതിൽ ഗ്ലോസി ലൈൻസ്. ഇതൊക്കെ വിരിച്ചാൽ എന്താണ് മാറ്റം എന്നറിയോ? നമുക്ക് ലൈറ്റിംഗ് ഒക്കെ വരുന്ന വീടുകളുണ്ടല്ലോ, ആ ലൈൻസ് മാത്രം ഇങ്ങനെ ഗ്ലോസി ആയിട്ട് കൊടുക്കും. ഭയങ്കര രസമത്. ഇപ്പോൾ പേഴ്സണലി ഞാൻ എൻ്റെ വീട്ടിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഈ ഒരു ടൈപ്പാണ്. അതുപോലെ തന്നെ ഇപ്പം മിക്ക ആർക്കിടെക്ട്സും ചൂസ് ചെയ്യുന്നുണ്ട്. അവർക്ക് ആ ഒരു
അതായത് ഗ്ലോസി ആ ഒരു ലൈൻസൊക്കെ കിട്ടാനും ആ ഒരു ഗ്ലേസിങ് കിട്ടാനും. മാറ്റിനെ കുറിച്ച് ഇത്രയൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തേ ഗ്ലോസി ടൈല് മോശമാണോ, ഗ്ലോസി ടൈല് അലമ്പാണോ, കൊള്ളൂലേ, ഈ പറഞ്ഞ ഇതൊന്നും ഇതിനില്ലേ എന്നുള്ളത്. പക്ഷേ ടൈൽസിന് ഭംഗി എപ്പോഴും ഈ ഗ്ലോസി തന്നെയാണ്. അതിൻ്റെ ഒരു ഫിനിഷും അതിൻ്റെ ഒരു ഡിസൈനും എപ്പോഴും ഗ്ലോസിക്ക് തന്നെ കിട്ടുള്ളൂ. മാറ്റിന് ഇത്രയും ഡിസൈൻസ് അവൈലബിൾ ആയിരിക്കില്ല. അതുപോലെ തന്നെ നിങ്ങൾ ഇതിൻ്റെ പ്രിൻറ്റ് കണ്ടാലറിയാം. ഇതിലത്തെ ഡിഫറൻസിയേഷൻ വരുന്നത് HD, ഹൈ ഗ്ലോസി എന്നിങ്ങനെ ഒരുപാട് സർഫേസുകൾ ഗ്ലോസിയിൽ അവൈലബിൾ ആണ്. അതെല്ലാം ഈ ഫിനിഷിനെ അടിസ്ഥാനമാക്കിയിരിക്കും, ഇതിൻ്റെ പ്രിൻറ്റിൻ്റെ ക്വാളിറ്റി അടിസ്ഥാനമാക്കിയിരിക്കും. അതുപോലെ തന്നെ ഈ ഗ്ലോസി ഇട്ട് കഴിഞ്ഞാൽ ആ ഫ്ലോറിനുള്ളൊരു ഭംഗി നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, അതിൽ വരുന്ന ഫ്ലോറിന് ഭംഗി ഗ്ലോസി ആയിരിക്കും. ഗ്ലോസി ഇട്ട് അത് ക്ലീൻ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ അഴുക്ക് പിടിക്കില്ല, അതിലും അഴുക്ക് പിടിക്കില്ല, ഇതിലും അഴുക്ക് പിടിക്കില്ല, കാരണം അതിൽ അത്ര അപ്ഡേറ്റഡ് സർഫേസുകളുണ്ട്. പക്ഷേ ഇത് നമ്മളൊന്ന് മഫിട്ട് തുടച്ചെടുക്കുമ്പോൾ അത് വെട്ടിത്തിളങ്ങി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ അത് ഗ്ലോസിലേ കിട്ടുള്ളൂ. അതിന് മാറ്റ് വന്നാൽ കിട്ടില്ല. ചില സർഫേസുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ, അതിൽ കുറച്ച് സർഫേസുകൾ നമുക്ക് കണ്ടാലോ. ഇതാണ് കജാരിയയുടെ സ്റ്റോൺ ആർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീരീസ് ആണിത്. ഇതിലൊരുപാട് സർഫേസസ് അവൈലബിൾ ആണ്. ഇത് നോർമൽ മാറ്റ് വരുന്ന പാറ്റൻ്റാണ്. അതുപോലെ തന്നെ ഇത് പഞ്ച്, നമ്മൾ നേരത്തെ പറഞ്ഞ സർഫേസിൽ പഞ്ച് വരുന്ന സീരീസാണ്. ഇതിൽ ജിയോ എന്നാണ് പറയുക. ഇത് കണ്ടാലറിയാം, ഇതിലൊരു ആർട്ട് തന്നെ പഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഗ്രൂവ് ചെയ്ത് നമ്മൾ പഴയകാല മനുഷ്യന്മാർ കല്ലുമ്മൽ കൊത്തി വെക്കണം എന്ന് പറയില്ലേ, അതാണ് സെയിം സംഭവം. ഇതുമ്മൽ പഞ്ച് ചെയ്ത് ഒരേ പാറ്റേൺ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഭയങ്കര ഭംഗിയായിരിക്കും ഇത് വിരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇത് ഏറ്റവും കൂടുതലും ഈ ഹെവി ട്രാഫിക്കിങ് വരുന്ന ഏരിയ, സ്വിമ്മിംഗ് പൂളിൻ്റെ സൈഡ് ഏരിയ, ഇതിലൊക്കെ കൊള്ളിക്കാൻ പറ്റുന്ന കണ്ട. ഇത് അതിൻ്റെ തന്നെ ഫ്ലൂട്ടഡാണ്. സ്റ്റെയേഴ്സിന് ഏറ്റവും കൂടുതൽ നമ്മൾ ഈ സ്ഥാപനത്തിൽ വെക്കുന്ന പാറ്റേണാണ്. ഇത് കണ്ട, ഫ്ലൂട്ടഡ് ഡിസൈനാണ്. അതായത് അഴുക്ക് നിൽക്കാത്ത ഗ്രിപ്പുള്ളൊരു സംഭവം. അത് സാറ്റിൻ ഫിനിഷ്, ബട്ടർ ഫിനിഷ് വേറെ. ഇത് അതുപോലെ തന്നെ സ്റ്റോൺ, ഇത് റോക്ക് സീരീസ് എന്ന് പറയും. സ്റ്റോൺ ഫിനിഷ് എന്നും പറയും, റോക്ക് ഫിനിഷ് എന്നും പറയും. രണ്ടും ഉച്ചാരണ അർത്ഥം സെയിം തന്നെയാണ്. ഇതിൻ്റെ കണ്ടാലറിയാം, ഒരു കല്ല് എങ്ങനെയാണോ, ഒരു കരിങ്കല്ല് എങ്ങനെയാണോ, അതിൻ്റെ മുകളിലത്തെ ഫിനിഷ് എങ്ങനെയാണോ, ആ ഫിനിഷാണ് ഇതിൽ വരുന്നത്. അത് കൂടാതെ വേറൊരു ഫിനിഷാണ് സ്ലേറ്റ്. മാറ്റ് ഫിനിഷിൽ തന്നെ സ്ലേറ്റ് വരുന്നത്. ഇത് കണ്ടാലറിയാം, ഒരു ചെറിയൊരു പൊഴി ഉള്ള ടൈപ്പ് നാച്ചുറൽ ഫീല് കൊണ്ടുവരാവുന്ന ഒരു ഡിസൈൻ. ഏറ്റവും കൂടുതൽ പൂളിൻ്റെ ഒക്കെ സൈഡ് ഏരിയാസ് ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യും. പിന്നെ പാവിങ് ഏരിയാസ് ചൂസ് ചെയ്യും. ഇതിലൊരുപാട് കളേഴ്സ് ഉണ്ട് നമ്മളിൽ. എംറാൾഡിൽ നിന്ന് ഈ ഒറ്റ ഈ കാണുന്ന 1, 2, 3, 4, 5 ഫിനിഷസിൽ വരുന്ന 5 കളേഴ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. ഗ്ലോസി ടൈൽസിൽ വരുന്ന സർഫേസുകൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരുപാട് സർഫേസ് ഉണ്ട്. HD, ഹൈ ഗ്ലോസി, അതേപോലെ നോർമൽ ഗ്ലോസി, പഞ്ച്, ഇങ്ങനെ ഒരുപാട് സർഫേസസ് വരുന്നുണ്ട്. നോർമൽ ഗ്ലോസി എന്ന് പറയുമ്പോൾ അതിൽ പ്രിൻ്റ് നോർമലി കാണുന്ന ഒരു പ്രിൻ്റ് അല്ലെങ്കിൽ ക്ലാരിറ്റി വൈസ് അത്ര അങ്ങോട്ട് ഫുള്ളി ഭയങ്കര പെർഫെക്ഷൻ ആയിരിക്കില്ല. നോർമൽ ഒരു സാധാരണ ഒരു നോർമൽ ടൈപ്പ്. അത് നേരെ വരുമ്പോൾ ഹൈ ഗ്ലോസി അല്ലെങ്കിൽ HDയിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ക്വാളിറ്റിയിലും ഇതിൻ്റെ ഗ്ലേസിങ്ങിലും മാറ്റമുണ്ട്. ഇതിൻ്റെ ഓരോ പ്രിൻറ്റും ഓരോ ഡിസൈനും ഭയങ്കര ക്ലാരിറ്റി കൂടുതലായിരിക്കും. റെസൊല്യൂഷൻ കൂടുക എന്ന് പറയുമല്ലോ, അതായത് ഒരു പിക്ചർ എടുക്കുമ്പോൾ, ഒരു ഫോട്ടോ എടുക്കുമ്പോൾ ആ ഫോട്ടോയുടെ ക്യാമറയുടെ ക്വാളിറ്റി അനുസരിച്ച് ആ ഫോട്ടോയുടെ ക്ലാരിറ്റി മാറുമല്ലോ. അതുപോലെ തന്നെ ഈ ഗ്ലോസിയിൽ വരുമ്പോൾ ഓരോ പാറ്റൻറ്റും അതിൻ്റെ ക്വാളിറ്റി ഓരോന്നിനും മെച്ചം വരുന്നതാണ് ഈ ഹൈ ഗ്ലോസി, നോർമൽ ഗ്ലോസി, HD ഗ്ലോസി എന്ന് പറയുന്ന മോഡൽ. പിന്നെ ഇതിൽ വരുന്നൊരു പാറ്റേണാണ് പഞ്ച്. നമുക്കൊന്ന് കാണാം. ഗ്ലോസിയിൽ പഞ്ച് ഫിനിഷ് വരുന്ന ഒരു ടൈപ്പ് ഉണ്ടത്. ഇത് കണ്ടാലറിയാം, ചെറിയ ചെറിയ പീസുകളായിട്ട്. ഇത് പഞ്ചാണ്. ഇതിൻ്റെ സൈഡിൽ ലൈൻസ്, ഈ ചെറിയ ചെറിയ ലൈൻസൊക്കെ ഒന്ന് ഉള്ളിലോട്ട് നീങ്ങിയിട്ട് ഒരു പഞ്ച് ആയിട്ട് നിൽക്കുന്നൊരു ഫിനിഷാണ്. ചെറിയ ചെറിയ പീസസ് എല്ലാം കൂട്ടി വെച്ചിട്ട് നല്ല ഭംഗിയായിരിക്കും. ഇതിപ്പോഴത്തെ ഒരു ട്രെൻഡിങ് മോഡലാണ്. ഇതിൽ തന്നെ ഒരുപാട് കളേഴ്സ് ഉണ്ട്. ഇത് ഞാനിപ്പോൾ കുറച്ച് കാണിച്ച് തരണുള്ളൂ. ഇത് കണ്ട, ഇതൊക്കെ ആ ഗ്ലോസിയിൽ വരുന്നത് തന്നെ. അതായത് നല്ല ആ തിളക്കമുണ്ട്, ചെറിയ 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 ഗ്രൂ ഉള്ള ഒരു ചെറിയൊരു ഗ്രിപ്പും ഉണ്ട്. ഇതൊക്കെ ഗ്ലോസിയിൽ വരുന്ന കുറേ പാറ്റേൺസിൽ ഒന്നാണ് ഇതൊക്കെ.
ഇപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു രൂപം കിട്ടിയിട്ടുണ്ടാവും. എന്താണ് മാറ്റ് ഫിനിഷ്, എന്താണ് ഗ്ലോസിയിൽ വരുന്ന ഡിഫറൻസ്, അതേപോലെ മാറ്റിൽ വരുന്ന ഒരുപാട് സർഫേസുകൾ, അതേപോലെ കാര്യങ്ങൾ. പിന്നെ ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ഇൻഫർമേഷന് വേണ്ടി പറയാൻ, ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ സൈഡ് പറയാൻ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് മാറ്റ് ഫിനിഷ് എപ്പോഴും ഹെവി ട്രാഫിക്കിംഗ് ഏരിയയിൽ മാറ്റ് ഫിനിഷ് ചൂസ് ചെയ്യുക. അതായത് ഒരുപാട് പേര് കയറി ഇറങ്ങി റഫായിട്ട് ചൂസ് ചെയ്യുക. ഇപ്പോൾ ഒരു കൺവെൻഷൻ സെൻറ്ററിന് കൂട്ടിക്കോ, ഒരുപാട് പേര് കയറി ഇറങ്ങി പോകുന്ന ഒരു സ്ഥലമാണ്. അതിൽ മാറ്റ് ഫിനിഷിൽ സ്ക്രാച്ച് വരില്ല. പക്ഷെ ഗ്ലോസിയിൽ മിക്കതും സ്ക്രാച്ച് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതേപോലെ നമ്മളെ ഈ എറായങ്ങൾ അങ്ങനെയുള്ള ഓരോ ഏരിയകളുണ്ടല്ലോ, ഇപ്പോൾ ഹെവി ട്രാഫിക്, അവിടെയൊക്കെ മാക്സിമം നിങ്ങൾ മാറ്റ് ഫിനിഷ് ചൂസ് ചെയ്യുക. പിന്നെ ഇപ്പോൾ ഏകദേശം ഒരു ഐഡിയ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കിട്ടിയല്ലോ. ഇനിയിപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും എന്തെങ്കിലും ഇൻഫർമേഷൻ അറിയാമെന്നുണ്ടെങ്കിലും ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലുണ്ട്, യൂട്യൂബ് പ്രൊഫൈലുണ്ട്, മെസ്സേജ് ചെയ്യുക. എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്ത് കാര്യം ഉണ്ടെങ്കിലും കോൺടാക്റ്റ് ചെയ്യാൻ മടിക്കേണ്ട. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് ഇറങ്ങുക. ഓക്കെ. എമറാൾഡ് ബിൽഡ്വേഴ്സ് 3 പീടിക, കയ്പമംഗലം, തൃശ്ശൂർ ജില്ലയിലാണ് ഞങ്ങളുടെ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. ഞാൻ അവിടെ തന്നെ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ.